സൂപ്പർ ഗേൾ കാണാൻ പോയ ഞാൻ അല്ല, സൂപ്പർ ഗേൾ കാണാൻ പോയ ഞാനല്ല. സൂപ്പർ ഗേളിന് മുന്നേ ഇന്ന് ഞാൻ പോയത് കാണാൻ പടത്തിൻ്റെ പേരെന്ത്? നാഗബന്ധം. നാഗബന്ധം, മലബന്ധം എന്നൊക്കെ പറയുന്ന പോലെ നാഗബന്ധം. ഞാൻ ഈ നാഗബന്ധം കാണാനായിട്ട് നമ്മുടെ ശ്രീധർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു പെൻഡമേനയുടെ അടുത്ത്, എറണാകുളം പെൻഡമേനയുടെ അടുത്ത് ശ്രീധർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. അവിടെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ താണ്ടടാ 11:30ക്ക് പടമില്ല. ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്ത് റീഫണ്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞത്. പടം പ്ലേ ചെയ്തില്ല. കാര്യം ആളില്ല. ഞാനും വേറൊരു പയ്യനും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ വിഷമിച്ച് ഇറങ്ങി. അങ്ങനെ അടുത്ത പടം ഏതുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ പത്മയിൽ നമ്മുടെ കാട്ടാകുസ്തി 2 ഉണ്ട്. അപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്തിട്ട് നേരെ പാഞ്ഞു മറിഞ്ഞ് നേരെ അങ്ങോട്ട് ചെന്ന് പത്മ തിയേറ്ററിൽ. അവിടെ ചെന്നപ്പോൾ ദാണ്ടടാ അതും ഇല്ല. ആ സാധനവും ആളില്ലാത്തതുകൊണ്ട് ഷോ ഇല്ല. ഞാനും പിന്നെ 2-3 പേര് മാത്രമേ ഉള്ളൂ. അവരതുകൊണ്ട് ഷോ ചെയ്തില്ല. 2-3 പേർക്കെന്ന് വെച്ചാൽ അവർ ഷോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തില്ല. അതും എൻ്റെ ഫണ്ട് റീഫണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ നടന്ന് വന്നപ്പോൾ കവിത തിയേറ്റർ ഉണ്ടല്ലോ നമ്മുടെ സെൻട്രൽ സ്ക്വയറിൻ്റെ അവിടെ. അപ്പോൾ കവിത തിയേറ്ററിൽ കയറി ഈ നാഗബന്ധം അവിടെ റിലീസാണ്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകണോ? പിന്നെ വേണ്ട, ഇനി കവിതയിലും ആരും കാണത്തില്ല. കാര്യം ഇതൊക്കെ ഒരു വലിയ വലിയ ടോപ്പ് നോച്ച് തിയേറ്റർ ഒന്നും അല്ല. അപ്പം അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇതൊന്നും പ്രിഫർ ചെയ്യാത്തത്. ഞാൻ ഈ ശ്രീധറിൽ പോയിട്ടില്ല. പത്മ എനിക്ക് ഭയങ്കര ഇഷ്ടം. പത്മയിൽ എന്തുകൊണ്ട് ആൾക്കാർ വരുന്നില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകും. പത്മ നല്ല തിയേറ്റർ ആട്ടോ. കവിത ഇത് വലിയൊരു പണ്ട് തൊട്ടുള്ള ഒരു തിയേറ്റർ ആണെങ്കിൽ പോലും വലിയ അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഇച്ചിരി കുറവാണ്. വലിയ സ്ക്രീനൊന്നും അല്ല, അങ്ങനെ നല്ല സ്ക്രീനും ഒന്നും അല്ല. കംഫർട്ടബിലിറ്റി ഒക്കെ കുറവാണ്. വലുതാണ് എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഇതേപോലെ ആയിരിക്കും, 12 മണിക്കുള്ള ഷോയ്ക്ക് ആരും കാണത്തില്ല. അങ്ങനെ ഞാൻ നേരെ നടന്നപ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിൽ വന്ന് നേരെ ഉച്ചയ്ക്കത്തെ ഷോ സൂപ്പർ ഗേൾ കണ്ട്. എന്തിനായിരുന്നു ഇങ്ങനൊരു പടം? ഇത് വർഷങ്ങളായിട്ട് എടുത്ത് എന്താ പറയുക, ഈ ഒരു തീം എടുത്ത് വെച്ച് അതിനെ എങ്ങനെയൊക്കെ കാണിക്കാമോ അങ്ങനെയൊക്കെ കാണിച്ച് പഴകിയ ഒരു തീമാണ് റിവെഞ്ച്. കൂടെയുള്ള ആളെ രക്ഷിക്കാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. ഈ സാധനം വലിയ എന്താ പറയുക, വലിയ സൂപ്പർ പടമൊന്നും അല്ല. DC-ക്ക് പിന്നെയും പഴച്ചു. DC-യിൽ എന്തോരം കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? ഇതിനകത്ത് ഇവർ ട്രെയിലറിനകത്ത് കാണിച്ചിരുന്ന ലോബോയെ വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്തത്. ലോബോയെ വെച്ച് മാർക്കറ്റ് ചെയ്ത്, ലോബോയെ ആ പട്ടിയുടെ ഇത് വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്തത്. പക്ഷേ ലോബോ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു 10 മിനിറ്റ് സിനിമയിലുള്ളൂ. അത് പൊളിയായിരുന്നു. അത് എനിക്കിഷ്ടപ്പെട്ടു. ജേസൺ മോമോ ലോബോ ആയിട്ട് വന്നത് ബാഡാസ് ക്യാരക്ടറായിരുന്നു. കാര്യം ഈ ലോബോയെ പറ്റി ഞാൻ നോക്കിയപ്പോൾ അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണോ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ജേസൺ മോമോ. അത് 100% ഓണസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതൊരു 10 മിനിറ്റ് തികച്ചുണ്ടോ? ഇല്ല, 10 മിനിറ്റ് പോലും തികച്ചില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടു. ഈ സൂപ്പർ ഗേളായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി, പേരെനിക്ക് വായി വരുന്നില്ല, പുള്ളിക്കാരിയെ ട്രോളുന്നതായിട്ട്. അതായത് പുള്ളിക്കാരി അഗ്ലിയാണ്, പുള്ളിക്കാരി ഈ ക്യാരക്ടറിന് പോരാ, പറ്റത്തില്ല, മറ്റാണ് മറിച്ചാണ്. ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി സൂപ്പർ ഗേളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. അതായത് തിരക്കഥയാണ്. തിരക്കഥ ശോകമായിപ്പോയി. ഈ കഥ തന്നെ നല്ല രീതിയിൽ അവർക്ക് ചെയ്യായിരുന്നു. നമ്മൾ ഇപ്പം മാർവലിലും ഇതിലൊക്കെ കണ്ട് പഴകിയ അതേ സാധനം, അതേ വേൾഡ്. വേറെ എനിക്കിത് എസ്പെഷ്യലി ഇത് വേറൊരു പുതിയൊരു വേൾഡാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഇത് ഗാർഡിയൻ ഓഫ് ദി ഗാലക്സി. അതിനകത്ത് ഇവർ ഇന്റർഗലാക്റ്റിക് ട്രാവലും അങ്ങനെയുള്ള പല പല പ്ലാനറ്റിൽ പോയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ഭയങ്കര മാച്ചിങ് ആണെന്നേ. കാര്യം ജെയിംസ് ഗൺ ഈ DC-യിലോട്ട് വന്ന് DC-യെ പൊക്കാനായിട്ട് അളിയൻ ഇപ്പോൾ കോ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഇരിക്കുക. അളിയൻ ഇത് നശിപ്പിക്കാനുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അളിയന് മാർവലിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ആ സൂപ്പർമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർമാൻ എനിക്ക് കൊള്ളായിരുന്നു. അതിനകത്ത് ആ പട്ടി, എനിക്ക് എക്സ്പെഷ്യലി ആ പട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പടം കണ്ടത്. പട്ടിയുടെ ക്യാരക്ടറൊക്കെ കാണിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സാധനം പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. ഞാൻ കുറേ നെഗറ്റീവ് റിവ്യൂ കണ്ടു, പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിക്കാതെ ഞാൻ പോയി കണ്ടു. അപ്പോഴെനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് ഇതൊരു DC മൂവി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടോ കാണരുത്. നോർമൽ ഒരു പടം അങ്ങനെ കണ്ടാൽ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഒരു പടം ഇല്ലാതെ പോയി കണ്ടതാണ്. പക്ഷെ പോരാ, പടം ഭയങ്കര മീഡിയോക്കർ എന്നല്ല, ഒരു പോരാ. എബോ ആവറേജ് ഇല്ല, ആവറേജും ഇല്ല. ഇപ്പോൾ ഈ DC-യിൽ നോക്കിക്കഴിഞ്ഞാൽ DC-യിൽ എന്തോരം ക്യാരക്ടേഴ്സ് ഉണ്ട്, കിണ്ണം കാഴ്ച ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് മാർഷ്യൻ മാൻ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇവർക്കൊക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പഴയ ഈ DC-യുടെ ഒരുപാട് ബാറ്റ്മാൻ്റെ സീരീസൊക്കെ, അനിമേറ്റഡ് സീരീസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ജസ്റ്റിസ് ലീഗിൻ്റെ ഇഷ്ടം പോലെ ഞാൻ കൊച്ചിലിരുന്ന് കണ്ടിട്ടുള്ളത്.
കഥയൊന്നും എനിക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ല. അതിനകത്ത് ഏതോ ഒന്ന് ഞാൻ റീവാച്ച് ചെയ്തു. 1, 2 ഞാൻ റീവാച്ച് ചെയ്തു. ബാറ്റ്മാൻ്റെ സീരീസിൽ വരുന്നത്. അതൊക്കെ കൊള്ളാം. എന്ത് സീൻ സാധനം അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഡെത്ത് സ്ട്രോക്കിനെയൊക്കെ വെച്ച് എന്തൊക്കെ പരിപാടി ചെയ്യാൻ പറ്റുമെന്നറിയാമോ? സൂയിസൈഡ് സ്ക്വാഡ് കൊള്ളാം കേട്ടോ. സൂയിസൈഡ് സ്ക്വാഡ് ലൈവ് അഡാപ്റ്റേഷൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം അതെങ്ങനെയാണോ അതുമായിട്ട് അവർ നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ അതുമല്ല, നമ്മുടെ ഇയാൾ വന്നില്ലേ, ജോൺ സീന അഭിനയിച്ച മറ്റേ സാധനം, അതിൻ്റെ പേരും വായി വരുന്നില്ലല്ലോ, പീസ് മേക്കർ. ഈ പീസ് മേക്കറും കൊള്ളാം. സാധനം അടിപൊളിയാണ്. പീസ് മേക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതിനകത്ത് എനിക്ക് നെഗറ്റീവ് പറയാനായിട്ടൊന്നും ഇല്ല. കൊള്ളാം. ഇനി അടുത്ത സീസൺ ഉടനെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാര്യം അതുകൊണ്ടൊരു ക്ലിഫ് ഹാങ്ങറിലാണ് കൊണ്ട് ഇട്ടേക്കുന്നത്. ഇനി എന്താവും എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതൊരു പെട്ടെന്നൊരു സീരീസ് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇത് ഈ ജെയിംസ് ഗണ്ണും ഇവരൊന്നും എൻ്റെ വീഡിയോ കാണാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് വെറുതെ ആണെന്നറിയാം. എന്നാലും ഞാൻ പറയുക. അപ്പോൾ അതായിരുന്നു സൂപ്പർ ഗേളിന്. പിന്നെ ആ പട്ടി വെച്ചിട്ടുള്ള കുറേ ഇത് ഞാൻ പ്രതീക്ഷിച്ചു. ഇവർക്ക് CG ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പട്ടിയുടെ സീക്വൻസ് ഒക്കെ വളരെ കുറവാണ്. ആ ട്രെയിലറിൽ നമ്മൾ കാണത്തില്ലേ, ആ സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്, അല്ലാതെ വേറൊന്നുമില്ല. പട്ടിയുടെ ഇത് ഞാൻ ഒരു ഡോഗ് ലവർ ആയതുകൊണ്ട് ആ പട്ടിയുടെ കുറേ സാധനം കാണാനാണ് ഞാൻ പോയത്. പക്ഷെ ഇല്ല, ഡിസപ്പോയിൻറ്റിങ്, ഹൈലി ഡിസപ്പോയിൻറ്റിങ്, സൂപ്പർ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള ഒരു പടം. സൂപ്പർ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു ഡേ. ആദ്യം ഒരു പടം കാണാൻ പോയി, അതും ആളില്ലാത്തതുകൊണ്ട് പ്ലേ ചെയ്തില്ല. രണ്ടാമതൊരു പടം കാണാൻ പോയി, അതും ആളില്ലാത്തതുകൊണ്ട് പ്ലേ ചെയ്തില്ല. അടുത്ത മൂന്നാമത്തെ പടം കണ്ടത് മൂഞ്ചിയും പോയി.